ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഹലോ ഡെലേ, പവേർഡ് ബൈ ഡെയിലി ഡിലൈറ്റ് ആൻഡ് മൈൽഡ് ഫുഡ് പ്രൊഡക്ട്സ്. പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അയർലൻഡ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ദ്വീപാണ്. ഈ ദ്വീപുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ചുറ്റിപ്പറ്റി എപ്പോഴും ഒരുപാട് കുഞ്ഞു കുഞ്ഞു ദ്വീപുകൾ കാണും. അത്തരത്തിൽ അയർലൻഡിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു കുഞ്ഞു ദ്വീപിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. ഈ ദ്വീപിനൊരു പ്രത്യേകതയുണ്ട്. ഈ ദ്വീപിലും അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള ദ്വീപുകളിലുള്ള ആളുകൾ തമ്മിൽ കാണുമ്പോൾ ഗ്രീറ്റ് ചെയ്യുന്ന ഒരു വാക്കുണ്ട്. എന്താണെന്നറിയാം? ഹരേ കൃഷ്ണ. ആഹാ, എത്ര മനോഹരം! എന്താണെന്ന് മനസ്സിലായോ? അയർലൻഡിൽ ഒരു കൃഷ്ണാസ് ഐലൻഡ് എന്നൊരു ദ്വീപുണ്ട്. അതാണ് ഈ ദ്വീപ്, കൃഷ്ണാസ് ഐലൻഡ്. വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അതായത് ഇസ്കോണിന്റെ കീഴിലുള്ള ഒരു അമ്പലം, കൃഷ്ണ ഡിവോട്ടീസിന് വേണ്ടിയിട്ടുള്ള ഒരു അമ്പലമാണ് ഈ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്നത്. 22 ഏക്കർ ചുറ്റളവ് മാത്രമേ ഈ കുഞ്ഞു ദ്വീപിനുള്ളൂ. ആ ദ്വീപിൻ്റെ വിശേഷങ്ങളിലേക്കും കൃഷ്ണ അമ്പലത്തിൻ്റെ വിശേഷങ്ങളിലേക്കും നമുക്ക് വിശാലമായി പോകാം. പ്രപഞ്ചമുണ്ടായ കാലം മുതൽക്കേ ദൈവസങ്കല്പങ്ങളും എന്നും ഒപ്പമുണ്ടായിരുന്നു. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ ലോകത്തിലധികവും. അതുകൊണ്ട് തന്നെ ഭയഭക്തി ബഹുമാനം കലർന്ന സ്നേഹത്തോടു കൂടിയാണ് മനുഷ്യർ എന്നും ദൈവത്തെ കണ്ടിരുന്നത്. അതിനുവേണ്ടി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായി. അതിൽ നിന്നും മതങ്ങളുണ്ടായി. അവർ മൂല്യബോധമുള്ള ജനതകളെ ഇവിടെ വാർത്തെടുത്തു. കാലം കടന്നുപോയപ്പോൾ ശാസ്ത്രം അതിൻ്റെ വഴികളിൽ പുതിയൊരു ലോകം തുറന്നിട്ടപ്പോൾ ഇതിനൊക്കെയും മാറ്റം വന്നു. ശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ ഈ ലോകം മാറിത്തുടങ്ങിയപ്പോൾ അതിനൊക്കെയും ഉൾക്കൊണ്ടുകൊണ്ട് ആ ദൈവസങ്കല്പങ്ങൾ നൽകിയ മൂല്യങ്ങളെ മുറുകെ പിടിച്ച ഒരു ജനത ഇവിടെ ഉണ്ടായിരുന്നു. അവർ അധിവസിച്ചിരുന്ന ഇടത്തിൻ്റെ പേരാണ് ഭാരതം. 5000 വർഷങ്ങളുടെ പാരമ്പര്യം ഉണ്ടവർക്ക്. വേദങ്ങളുടെ, ഉപനിഷത്തുകളുടെ, പുരാണങ്ങളുടെ, തത്വചിന്തകളുടെ ഒക്കെ പിൻബലം ഉണ്ട് അവർക്ക്. കാലാകാലങ്ങളിൽ അവതരിച്ച അവതാരമൂർത്തികളുടെ പറഞ്ഞാലും തീരാത്ത കഥകൾ ഉണ്ടവർക്ക്. കോടാനുകൂടി വരുന്ന ഭാരതീയർ അവരുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്നത് തന്നെയാണ് ഇതൊക്കെ. ഭൂഖണ്ഡങ്ങൾക്കപ്പുറം ഇവിടെ അയർലൻഡിൽ ഒരു കുഞ്ഞു ദ്വീപിൽ ആ ഭാരതീയ പാരമ്പര്യത്തെ ഏറ്റെടുക്കുകയും അതിൻ്റെ മൂല്യങ്ങളെ അതേപടി നിലനിർത്തുകയും ചെയ്യുന്ന ഒരിടമുണ്ട്. മേൽപ്പറഞ്ഞ ഭാരതീയ പുരാണങ്ങളിലും ഉപനിഷത്തുകളിലുമൊക്കെയുള്ള ഇതിഹാസ നായകനായ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അവിടുത്തെ ആരാധനാമൂർത്തി. അതുകൊണ്ട് തന്നെ അവർ ആ ഇടത്തിന് കൃഷ്ണാസ് ഐലൻഡ് എന്നാണ് പേർ ചൊല്ലി വിളിക്കുന്നത്. അപ്പോൾ ഈ കൃഷ്ണാസ് ഐലൻഡിൻ്റെ ഉള്ളിലെ ഒരു ഉദ്യാനത്തിലാണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലെ അമ്പലത്തിൻ്റെയൊക്കെ പരിസരങ്ങളിലുള്ള ഉദ്യാനങ്ങളെ കാണുന്നത് പോലെയുള്ള രൂപങ്ങളും ശില്പങ്ങളും ഒക്കെയാണ് ഇവിടെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതൊരു അമേസിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. അതുകൂടാതെ ഒരുപാട് മൃഗങ്ങളും ജീവനുള്ള മയിലുകൾ ഇഷ്ടം പോലെ ഇതുവഴി എല്ലാം ഇങ്ങനെ ഓടി നടപ്പുണ്ട്. നമുക്ക് ഒരു ദിവസം നമുക്ക് ഫുള്ളി ഡിവോട്ടഡായിട്ട് ഒന്ന് ധ്യാനിക്കണം എന്ന് വിചാരിച്ചാൽ അതിന് പറ്റിയ അന്തരീക്ഷമാണ് ഈ ദ്വീപിൽ ഇവരൊരുക്കിയിരിക്കുന്നത്. ഒരേ സമയം അർജുനന്റെ തേരാളിയായ മനുഷ്യനായും മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമായി ബഹുഹസ്തങ്ങളിൽ ഒന്നിൽ സുദർശന ചക്രവുമായി വരുന്ന ദൈവമായും അവതരിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണനെ കുടിയിരുത്തിയിരിക്കുന്ന ഇടം. സന്താന ഗോപാലമടക്കമുള്ള പ്രാർത്ഥനാ ശ്ലോകങ്ങൾ ഇടതടവില്ലാതെ ആലപിക്കുന്നിടം. മൂലമന്ത്രങ്ങളും കൃഷ്ണഗായത്രിയും ഇവിടുത്തെ പശ്ചാത്തലത്തെ കൃഷ്ണമയമാക്കുന്നു. ഭാഗവതവും ഹരിവംശവും വിഷ്ണുപുരാണവും എല്ലാം ഇവിടേക്ക് വരുന്ന ഓരോരുത്തരെയും സ്പർശിക്കുന്നു. നിരന്തരം മുഴങ്ങുന്ന കൃഷ്ണസ്തുതികളിൽ അവർ തങ്ങളെ തന്നെ മറന്നുപോകും. പിന്നെ മാനുകളും മയിലുകളും മേഞ്ഞു നടക്കുന്ന ശാന്തമായ പ്രകൃതി ഒരുക്കുന്ന ഏകാന്തമായ ധ്യാനത്തിൽ അവർ അവരിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കും. അവരവരെ തന്നെ തിരിച്ചു പിടിക്കും. ഇവിടേക്ക് വരുന്ന ഓരോരുത്തർക്കും കൃഷ്ണാസ് ഐലൻഡ് വെച്ചു നീട്ടുന്ന ഏറ്റവും വലിയ ഉപഹാരമാണത്.
പണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് ഇത് ക്രിസ്ത്യൻ മൊണാസ്ട്രികളുടെ കയ്യിലായിരുന്നു ഈ പ്രോപ്പർട്ടി എന്നാണ് പറയപ്പെടുന്നത്. 1980കളുടെ തുടക്കത്തിലാണ് ഇസ്കോൺ, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന ബോഡി ഈ കുഞ്ഞു ദ്വീപ് വാങ്ങിക്കുന്നത്. 22 ഏക്കർ വിസ്തൃതിയുള്ള ഈ ദ്വീപിൽ അവരന്നൊരു കൃഷ്ണൻ്റെ ഒരു അമ്പലം തുടങ്ങി അവിടുന്ന് ആരംഭിച്ചു. പിന്നീടുള്ളത് ചരിത്രമാണ്. ഇന്ന് നിങ്ങൾ കാണുന്ന ഈ സജ്ജീകരണങ്ങളോടുകൂടി ഒരു ഫുൾ ഫ്ലെജ്ഡ് കൃഷ്ണ ഡിവോട്ടി സെൻ്ററായി മെഡിറ്റേഷനുകളും ധ്യാനവും യോഗയും ഒക്കെയായി കൃഷ്ണാസ് ഐലൻഡായി ഇന്ന് യൂറോപ്പിൽ അറിയപ്പെടുന്ന ഏക സ്ഥലം ഇതാണ്. അയർലൻഡിന്റെ അതിർത്തി ദ്വീപായ കൃഷ്ണാസ് ഐലൻഡിന് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്. 1982 അന്താരാഷ്ട്ര കൃഷ്ണഭക്തരുടെ സംഘടനയായ ഇസ്കോൺ ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിനും 2000 വർഷങ്ങൾക്ക് മുമ്പ് പശുക്കൾ മേഞ്ഞു നടന്നിരുന്ന ഒരിടമായിരുന്നു അത്. കാലക്രമേണ ക്രിസ്ത്യൻ മൊണാസ്തറികളടക്കം അവിടെ വന്നെങ്കിലും 2000 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ മേഞ്ഞു നടന്നിരുന്ന പശുക്കളുടെ പാലകൻ തന്നെയാണ് ഇന്നവിടെ കുടിയിരിക്കുന്നത്. Krishna Island is it's an island on Lough Erne. Lough Erne is one of the biggest lakes and river systems in the United Kingdom and Ireland all combined. So where the island itself is in the middle of a narrow point in the lake. So it's very close to the shore, and it was always it was known previously as Inishrath, which was a fort. So an island fortress. Yeah. It was back in hundreds of years ago. How long have you been a Krishna devotee now? Me? Yeah. Since 1986, 85, 86. And at that time, actually, our Krishna devotees in Ireland got this place. So I joined here. I became a member. So now you're full term looking after this. Well, I'm part of the team here. I'm the treasurer, so we have a team of lots of different people. I don't actually live here. I'm here maybe 1 or 2 days a week. Okay, and where are you from? I live down in County Kildare, outside Dublin. All right, okay. About an hour outside Dublin, yeah. നമ്മുടെ മധുര പോലെ, ദ്വാരക പോലെ, തിരുപ്പതിയും ഗുരുവായൂരും പോലെ കൃഷ്ണാസ് ഐലൻഡിനും അവിടെ വരുന്നവർക്കും ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹമുണ്ടാകും. ത്രൂ ഔട്ട് ദ ഇയർ തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു അമ്പലം തന്നെയാണിത്. ഇവിടെ 10-12 സ്ഥിരമായി താമസിച്ച് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഡിവോട്ടീസ് ഇവിടെയുണ്ട്. അതുകൂടാതെ വർഷത്തിലുടനീളം നമ്മുടെ നാട്ടിലുള്ള പോലെയുള്ള എല്ലാ ഉത്സവങ്ങളും എല്ലാ പ്രധാനപ്പെട്ട ദിവസങ്ങളും അതുപോലെ തന്നെ ഇവിടെ അവർ കൊണ്ടാടുന്നു. എല്ലാ ഞായറാഴ്ചയും പ്രത്യേക ധ്യാനങ്ങളും റിട്രീറ്റുകളും എല്ലാം ഇവിടെയുണ്ട്. അതിലെല്ലാം ഉപരി ഈ ദ്വീപിനുള്ളിൽ തന്നെ ധ്യാനത്തിനും 2-3 ദിവസം നീളുന്ന ധ്യാനത്തിനും റിട്രീറ്റിനൊക്കെ വരുന്നവർക്ക് താമസിച്ച് അതിൽ പങ്കെടുക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട് മിതമായ രീതിയിൽ. അതുപോലെ ഇത് കംപ്ലീറ്റ്ലി ഒരു വെജിറ്റേറിയൻ ദ്വീപാണ് ഇവിടെ. പക്ഷേ ഫുഡ് ഫ്രീ ഓഫ് കോസ്റ്റാണ്. ചിലവുകളൊന്നുമില്ലാതെ മനസ്സ് ശാന്തമാക്കി ധ്യാനിച്ച് കൃഷ്ണഭക്തർക്ക് ഇരിക്കുവാൻ അയർലൻഡിൽ, യൂറോപ്പിലെ അയർലൻഡ് എന്ന കൊച്ചു ദ്വീപിനോട് ചേർന്ന് അതിമനോഹരമായൊരു ദ്വീപ് കൃഷ്ണാസ് ഐലൻഡ്.